IPL മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ജയം അനിവാര്യമാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ ഘട്ടത്തിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രതീക്ഷ എന്താണ്? മുംബൈക്ക് ഈ സീസണിൽ വലിയ ആശ്വസിക്കാൻ കഴിയുന്ന കണക്കുകളൊന്നും തന്നെ മുന്നോട്ട് വെക്കാനില്ല. ഈ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ടീമുകളാണ്. രണ്ടാം സ്ഥാനത്ത് കൊൽക്കത്ത നിൽക്കുന്നു. അവസാന സ്ഥാനങ്ങളിൽ ഇങ്ങനെ തപ്പിത്തടയുകയാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ചില പഴയ കണക്കുകൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടാവും. കാരണം കൊൽക്കത്ത ഇവിടെ വന്ന് മുംബൈയെ ഒന്ന് തോൽപ്പിച്ചിട്ട് ഏതാണ്ട് 14 വർഷമാകുന്നു. അപ്പോൾ 2012 ഏറ്റവും ഒടുവിൽ കൊൽക്കത്ത വിജയിച്ചത്. അതുകൊണ്ടൊരു വിന്നിംഗ് സ്ട്രീക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു കൊൽക്കത്തയ്ക്ക് മുകളിൽ വാങ്കഡയിൽ അവർക്കൊരു ഒരു മേൽക്കോയ്മ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, നേർക്കുനേർ പോരാട്ടങ്ങളുടെ കണക്കിലും കൊൽക്കത്തയ്ക്ക് മേലൊരു ആധിപത്യം മുംബൈ ഇന്ത്യൻസിനുണ്ട്. പക്ഷേ ഈ സീസണിൽ ഇതുവരെയുള്ള കളികൾ, ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുംബൈക്ക് കൊൽക്കത്തയ്ക്ക് ഒരൊത്ത എതിരാളിയല്ല മുംബൈ എന്ന് പറയേണ്ടി വരും. ഇന്ന് ഈ സമയമാകുമ്പോഴും വലിയ തിരക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്ത് കാണാനില്ല. പതിവ് കാഴ്ചയിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമാണ്. നേരത്തെയൊക്കെ 7 മണിക്ക് ശേഷമാണ് മത്സരമെങ്കിലും ഇതിനോടകം തന്നെ ടീം ബസ് വരുന്നത് കാണാനും മറ്റുമായി ആരാധകർ ഇങ്ങനെ നിറഞ്ഞു കൂടാറുണ്ടായിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ അത്തരം കാഴ്ചകൾ കാണുന്നില്ല. ആരാധകരും വലിയ നിരാശയിലാണ്. ക്യാപ്റ്റൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ പലപ്പോഴും മുംബൈയിലെ ആരാധകർ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. കാരണം രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നതിന് ശേഷം ടീം മത്സരങ്ങളിലൊക്കെ നടത്തുന്ന പ്രകടനം, അതിൽ ക്യാപ്റ്റൻ്റെ പ്രകടനമൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ആരാധകർ ആ നീരസം പ്രകടമാക്കാറുമുണ്ട്. പല മത്സരങ്ങളിലും അത് കണ്ടതാണ് മൈതാനത്തിനകത്ത് നിന്ന് പോലും. അങ്ങനെ മുംബൈ ആരാധകർക്ക് വലിയ നിരാശയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ചാൽ മാത്രം പോലെ വലിയ മാർജിൻ വിജയിക്കണം, മറ്റു ടീമുകളുടെ ഫലം കൂടി ആശ്രയിക്കണം എന്ന നിലയിലേക്ക് പ്ലേ ഓഫ് സാധ്യതകൾ മുംബൈയുടെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും മുംബൈയിലെ ആരാധകർക്ക് തൃപ്തിപ്പെടുത്തുന്നതല്ല, മുംബൈയുടെ സാധ്യതകളെയും അത് തൃപ്തിപ്പെടുത്തുന്നതല്ല. പക്ഷേ കൊൽക്കത്തയാവട്ടെ ഈ തുടർന്ന് വരുന്ന അവരുടെ ഒരു മികച്ച പ്രകടനം, ഏറ്റവും ഒടുവിലെ ബാറ്റ്സ്മാൻ വരെ അടിച്ച് കളിക്കുന്ന തരത്തിൽ ബാറ്റിങ്ങിൻ്റെ വലിയൊരു സ്ട്രെങ്ത് അവർക്കുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ പവർ പ്ലേയിൽ സോൾട്ടും സുനിൽ നരേനും മുന്നിൽ നിന്ന് നയിച്ച് വലിയ റൺസ് പടുത്തുയർത്തുന്നതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു കൊൽക്കത്ത ആരാധകർ. അങ്ങനെ പോയിന്റ് ടേബിളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. IPL ഇന്ന് നിർണായക പോരാട്ടം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.